ഇപ്പോൾ പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വസതിക്ക് സമീപം നിന്നുകൊണ്ട് നമ്മുടെ CK അഭിലാൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അഭിലാൽ. ഇന്ന് പുലർച്ചെയായിരുന്നല്ലോ അറസ്റ്റും നടപടികളും ഒക്കെ ഉണ്ടായത്. ഇപ്പോൾ വീടും പരിസരവും ഒക്കെ എങ്ങനെയാണ്? പ്രവർത്തകരോ മറ്റോ ഉണ്ടോ? എങ്ങനെയായിരുന്നു ഈ അറസ്റ്റിലേക്ക് ഉള്ള ഒരു നീക്കം ഉണ്ടായത്? അടൂർ മുണ്ടപ്പള്ളിയിലെ രാഹുലിന്റെ വസതിയാണുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെ അറസ്റ്റിന്റെ വിവരമറിഞ്ഞ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് നേരം പുലർന്നതിന് മുൻപ് തന്നെയാണ് കന്റോൺമെന്റ് പോലീസ് ഇവിടെ എത്തുന്നത്. ആ ഘട്ടത്തിൽ രാഹുൽ അടക്കം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കം ഒക്കെ തന്നെ ഉറക്കത്തിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസ് അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നല്ലേ? ഇന്ന് രാവിലെ 5:30 പോലീസ് വന്നത്. ഇവിടെ എൻ്റെ വീട് ഇതിന് സ്കൂളിൻ്റെ തൊട്ട് വടക്കേപ്പുറത്താണ് എൻ്റെ വീട്. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ എന്നെ ഇവിടുന്ന് ടാപ്പ് ചെയ്യുന്ന ഒരാളാണ് വന്ന് വിളിച്ച് പറഞ്ഞത്, ഇതുപോലെ രാഹുലിൻ്റെ വീട്ടിൽ പോലീസെല്ലാം കിടക്കുന്നു, എന്തോ അവിടെ പെരക്കി ചുറ്റും കിടന്ന് ഭയങ്കര അടിയും ബഹളമൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അവിടുന്ന് ഇവിടെ വന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം കാണുന്നത് 2 പോലീസ് ജീപ്പും ഇവിടെ മുറ്റം നിറച്ചും പോലീസ് നിൽക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇല്ല അകത്ത് ആളുണ്ട്, ഞങ്ങൾക്ക് എന്തോ ഒന്നും അറിയത്തില്ല, അടൂരെ പോലീസുകാരാണ് ഇവിടെ നിന്നത്, അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ തൊട്ടുപോലെ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, എന്താണ് അറസ്റ്റ് ചെയ്യാൻ കാരണം, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കാരണം പറയണമെന്ന് പറഞ്ഞു. പറയണമെന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടന്ന് പ്രതിഷേധിച്ചു. തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്.